ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമ വേദിയിൽ ഒരു ഇട്ടാവട്ടത്ത് പറഞ്ഞു കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്. അത് സത്യമാണ് അസത്യമാണ് എന്നെല്ലാം രണ്ട് കൂട്ടർ പറയുമ്പോഴും സത്യമില്ലാതില്ല എന്ന് പറയുന്നവരും കുറവല്ല. എന്താണെന്നോ, മമ്മൂട്ടി സെലക്ട് ചെയ്ത അഭിനയിക്കാൻ സമ്മതിച്ച 5 തിരക്കഥകൾ എഴുത്തുകാർക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്നു. ഇതാണ് വാർത്ത. അപ്പോൾ ചോദിക്കുക, എന്തിനാണ് മമ്മൂട്ടി ഈ തിരക്കഥകൾ വായിച്ച് സെലക്ട് ചെയ്ത് ഡേറ്റ് കൊടുത്തത്? അത് മുമ്പേ അന്ന് ഇത്രയും വർഷം 2-3 വർഷം മുമ്പ് കേട്ട തിരക്കഥകളാണ്, ഡേറ്റ് കൊടുത്തതാണ്. ആ തിരക്കഥകളാണ്, ആ 5 എണ്ണമാണ് ഇപ്പോൾ അവർക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് കഷ്ടമായില്ലേ എഴുത്തുകാരോട്, ആ സംവിധായകനോട്? അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും പോയി രക്ഷപ്പെടുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. രക്ഷപ്പെടുമായിരുന്നില്ല എന്ന് നമുക്ക് പറയാം. കാരണം മമ്മൂട്ടി 5 തിരക്കഥകൾ തിരിച്ചു കൊടുത്തു എന്നുള്ളത് സത്യമാണ്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ അവിടേക്കാണ് ചിന്തിക്കുന്നത്. നമ്മൾ കാര്യം മുഴുവനും മനസ്സിലാക്കാതെ വെറുതെ അദ്ദേഹത്തിൻ്റെ സിനിമകളോടോ വ്യക്തിപരമായ അദ്ദേഹത്തോടോ നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പിന് ശക്തി കൂട്ടാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? മമ്മൂട്ടിയുടെ മുന്നിൽ ഇപ്പോഴും അറിയാം, ക്യൂ നിൽക്കുകയാണ് പുതിയ ചെറുപ്പക്കാരികൾ തിരക്കഥയുമായി സംവിധാനം ചെയ്യാൻ വേണ്ടി. മമ്മൂട്ടിക്ക ഒന്ന് കേൾക്കൂ, ഒരു 5 മിനിറ്റ് തരൂ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ നിന്നും. പലരുടെയും ഫോൺ പോലും എടുക്കാൻ പറ്റുന്നില്ല. പലരും അത് എന്നെ വിളിച്ചും പറഞ്ഞിട്ടുണ്ട്, എന്താ നിങ്ങളൊന്ന് പറയുമോ മമ്മൂട്ടിയുടെ ഫോണെങ്കിലും എടുക്കാൻ? അപ്പം ഞാൻ അവരോട് പറയുന്നത്, കുറേ കാലമായിട്ട് എൻ്റെ ഫോണും എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത്രയും തിരക്കാണ് അവർക്ക്. എന്നോ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിൽ ചെല്ലുക. ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഒന്ന് മുഖം കാണിക്കുക, കാര്യം പറയുക. അപ്പോൾ എല്ലാം നടക്കുമെന്ന് പറഞ്ഞിരുന്നാലും ഇന്നലെ തന്നെ എന്നെ വേറൊരു സുഹൃത്ത് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ വൈഫ് ചെയ്യുന്നൊരു സിനിമയാണെന്ന് ആലോചിക്കണം. ഒരു സിനിമ ഷൂട്ടിൽ തുടങ്ങാൻ പോവുകയാണ്, എല്ലാം റെഡി ആയിട്ടുണ്ട്. രണ്ടാമത് ഒരു കഥ മമ്മൂട്ടിക്ക് പറ്റിയ കഥയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുക്കാറുണ്ട്. അദ്ദേഹം സ്ത്രീകളുടെ സിനിമ സംവിധാനത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടാമതും അവർ അഭിനയിക്കാൻ പോകുന്നു. അങ്ങനെ കുറേയും കൂടി ധൈര്യമുള്ള ഇദ്ദേഹത്തിന് പറ്റുന്ന സിനിമ തിരക്കഥയുമായിട്ട് ആ സ്ത്രീക്ക് ഇവരെ സമീപിക്കണമെന്ന്. അപ്പോൾ ഫോൺ എടുക്കുന്ന ആര് വിളിച്ചു? ജോർജ് എടുക്കുന്നില്ല ഫോൺ, ആൻഡോ ജോസഫ് എടുക്കുന്നില്ല, മമ്മൂട്ടി എടുക്കുന്നില്ല, ഈ ഗ്രൂപ്പിൽപ്പെട്ട ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ 2 പേരും ചേർന്നു അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ ചെന്ന് സംസാരിക്കൂ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ച് പറയൂ, അടുത്തൊരു തിരക്കഥയിലെ സ്പാർക്ക് പോലും വന്നു വീണ്ടും അത് മമ്മൂക്കി പറ്റിയതാണെന്ന് പറയൂ, തീർച്ചയായും അങ്ങേര് ഡേറ്റ് തരുമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പറയാൻ പറ്റാതെ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേൾക്കുന്ന കഥകളിൽ പലതും നല്ലതായാൽ ഡേറ്റ് കൊടുക്കേണ്ടി വരും. ഡേറ്റ് കൊടുത്താൽ പെട്ടെന്ന് നാളെയോ മറ്റന്നാളോ ചെയ്യാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പൂർത്തിയായൊരു സിനിമയുണ്ടെന്ന് ആലോചിക്കണം. അതായത് വളരെയേറെ പ്രാധാന്യമുള്ള തിയേറ്ററിൽ സൂപ്പർ ഹിറ്റാവുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ആ സിനിമയുടെ തിരക്കഥ 4 വർഷം മുമ്പാണ് ഓക്കെ ചെയ്തതെന്ന് ആലോചിക്കണം. ആ 4 വർഷം മുമ്പ് ഓക്കെ ചെയ്ത് പല കാര്യം നീണ്ടു പോകുന്നു. പക്ഷേ ഉർവശി ശാപം ഉപകാരമെന്ന് പറഞ്ഞതുപോലെ ഈ നീണ്ടു പോയത് ആ സംവിധായകനെ സംബന്ധിച്ച അനുഗ്രഹമായി. ഇപ്പം മമ്മൂട്ടിയും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് മമ്മൂട്ടിയും മുന്നേറുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ആ പുതിയ സംവിധായകന് ഈ ഡേറ്റ് നീണ്ടുപോയിൽ രക്ഷപ്പെടാനല്ലേ മാർഗ്ഗമുള്ളൂ. അങ്ങനെ 4-5 പേര് മുൻപ് അദ്ദേഹത്തെ സംവിധാനിച്ച ഒരു ലേഡിയുണ്ട്, അവരുടെ പുതിയ സിനിമ വീണ്ടും ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ ചെറുപ്പക്കാരായ കുറേ പേരുണ്ട്. അങ്ങനെ അദ്ദേഹം സെലക്ട് ചെയ്ത് വെച്ചൊരു 5 തിരക്കഥകൾ ഡേറ്റ് കൊടുത്തതാണ്. ആ ഡേറ്റ് കൊടുത്തിങ്ങനെ നീണ്ടു പോകുന്നു. അപ്പോൾ ആലോചിച്ചത് എന്താ? ഇവരെ റിജക്റ്റ് ചെയ്തതല്ല, ഈ സിനിമ നീണ്ടു പോകുമ്പോൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ആ സിനിമ ഇറങ്ങുമ്പോൾ പോലും അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതിന് വല്ല കാലാകാലം ഉണ്ടാകുന്ന മാറ്റങ്ങൾ വേണം. അങ്ങനെ മമ്മൂട്ടി ഈ കഥകളെല്ലാം എടുക്കാൻ പോകുന്ന സിനിമയുടെ തിരക്കഥകൾ വീണ്ടും വായിക്കും. മാറ്റങ്ങൾ വേണമെങ്കിൽ അവിടെ ചുവന്ന മഷികളുടെ സൈഡിലൊന്ന് വരയ്ക്കും. ഇങ്ങനെ വരച്ചിട്ടാണ് അവൻ്റെ തിരക്കഥകൃത്ത് ഡിസ്കസ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി എഴുതും, ഇന്ന മാറ്റങ്ങളോടെ മാറ്റി എഴുതുമെന്ന് പറഞ്ഞാണ് അയക്കുക. അങ്ങനെ കൊടുത്ത 5 തിരക്കഥകളാണെന്ന് ആലോചിക്കണം. അല്ലാതെ നിൻ്റെ തിരക്കഥ വേണ്ട, നിൻ്റെ പടം ചെയ്യില്ല എന്നല്ല പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ സിനിമ ചെയ്യുക തന്നെയാണ് ഏറ്റവും അപ് ടു ഡേറ്റായി. അതായത് ഇനി മമ്മൂട്ടി ചെയ്യാൻ പോകുന്ന അടുപ്പിച്ചുള്ള 5 സിനിമകളിൽ ഈ 5 സിനിമകളായിരിക്കാനാണ് വഴിയുള്ളത്. അപ്പോൾ ആ സിനിമകൾ എടുക്കുമ്പോൾ ഏറ്റവും പുതിയതായിരിക്കും. അതുകൊണ്ടാണ് 5 സിനിമകൾ
തിരക്കഥകൾ കൊടുത്തതെന്ന് ആലോചിക്കണം. പക്ഷെ അത് മാത്രമാണോ അദ്ദേഹത്തിൻ്റെ പക്കൽ? അല്ല, ഈ സത്യത്തിൽ ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു ഫാക്ടറി പോലും അദ്ദേഹം നിർമ്മിച്ചു കഴിഞ്ഞു എന്ന് ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ ബാനർ, മകൻ്റെ ബാനർ, കൂടെയുള്ളവരുടെ ബാനർ, അടുപ്പമുള്ള, അങ്ങനെ ചുരുങ്ങിയത് 4-5 പേരുടെ ബാനറുകളിലാണ് അദ്ദേഹം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നതും വിതരണത്തിനെടുത്തുകൊണ്ടിരിക്കും. അവിടെ ഒരു ഫാക്ടറി ഉണ്ടായിരിക്കുന്നത്. ആ ഫാക്ടറിയിലായിരുന്നു കൊണ്ടാണ് ഡിസ്കഷൻ നടക്കുന്നത്. ഈ സിനിമ ഇന്നാൾ ചെയ്യണം, ആ സിനിമ മറ്റാൾ ചെയ്യണം, ആ സിനിമയാണ് വിതരണത്തിനെടുക്കണം, എല്ലാം പക്വതയെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വ്യവസായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ സൂപ്പർ ഹിറ്റ് വേണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ നല്ല സിനിമകളും വേണം. അതാണ് അവർ കൊണ്ടുപോകുന്നത്. നല്ല സിനിമകൾ വേണം. അത് ഓടുകയോ ഓടാതിരിക്കുകയോ ചെയ്തിട്ടെ. നല്ല സിനിമകളും നമ്മുടെ ഈ ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കുറേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ധാരാളം എഴുത്തുകാർ വന്നുകൊണ്ടിരിക്കുന്നു, ധാരാളം സംവിധായകർ വന്നുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണാനോ ശബ്ദം കേൾക്കാനോ സമീപിക്കാനോ സംസാരിക്കാനോ കഴിയുന്നില്ല എന്നുള്ളത് വേവലാതിയോടെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് കഴിവുള്ളവരാണ് ഞങ്ങൾ തെളിയിക്കാൻ ഒരുപക്ഷെ ഏതെങ്കിലും പുതിയൊരാളെ കൊണ്ട് ചെയ്തിട്ട് മാത്രം പോരാ. മമ്മൂക്കയെ പോലൊരാൾ, ലാലിനെ പോലൊരാൾ ഡേറ്റ് തന്നു കഴിഞ്ഞാൽ ഇനീഷ്യൽ പുൾ ഉണ്ടായിരിക്കും. അത് സത്യം തന്നെയാണ്. അതിനവർ ചൂണ്ടിക്കാണിച്ചെങ്ങനെയാണ് കാതൽ എന്നുള്ള സിനിമ മമ്മൂട്ടി അല്ലാതെ വേറൊരാൾ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന് പറയുന്ന പോലെ തിയേറ്ററിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നറിയാമല്ലോ. അപ്പോൾ ആൾ വില, കല്ല് വില എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവർക്കൊക്കെ വിലയുണ്ട്. ആ വില 1-2 ദിവസം കൊണ്ട് ഇവരുണ്ടാക്കിയതല്ല, വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. വെറുതെയല്ല, പട്ടിണി കിടന്ന് നടന്ന് ത്യാഗം സഹിച്ചുകൊണ്ട്, ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ഭക്ഷണം കഴിക്കാതെ, ഇഷ്ടമുള്ള ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ആണ് ഈ 72 വയസ്സ് കഴിഞ്ഞപ്പോഴും മമ്മൂട്ടി അടക്കമുള്ളവർ ഈ ഇൻഡസ്ട്രി പിടിച്ചടക്കിയിരിക്കുന്നത്. അവരുടെ അവരെ കണ്ണീരുണ്ട്. ആ കണ്ണീര് നമ്മൾ കാണുന്നില്ല. അവർ സങ്കടങ്ങൾ കാണുന്നില്ല. അവർ വിചാരങ്ങൾ കാണുന്നില്ല. സിനിമ ഹിറ്റായാലും ഫ്ലോപ്പായി, അല്ലെങ്കിൽ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ അവരുടെ സിനിമ വേണ്ട, അല്ലെങ്കിൽ അവർക്ക് പല ജാതിയുടെ നിറം കലർത്തി. ഇതൊക്കെയാണ് മൈനസ് പോയിന്റുകൾ നമ്മുടെ സമൂഹത്തിൽ ചില ഞാഞ്ഞൂളുകൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ല, വിട്. നിങ്ങൾ കലയെ കലയായി കാണൂ, കലാകാരനെ കലാകാരനായിട്ട് കാണൂ. ഇന്ത്യയിൽ ജനിച്ച അവരെല്ലാം ഇന്ത്യക്ക് അഭിമാനമുള്ളവരായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് സമ്മതിക്കാൻ നിങ്ങൾക്കെന്താണ് ഇത്ര വിഷമം? ആ വിഷമം നിങ്ങളിൽ ചിലർക്കുണ്ടായിക്കോട്ടെ. പക്ഷേ ഇവർ നൽകുന്ന കലാസൃഷ്ടികൾ നോക്കിയാൽ മതി. ഞാനിത് സിനിമയല്ല, വേറൊരു കാര്യം പറയുകയാണ്. ഈ കഴിഞ്ഞ നമ്മുടെ വിഷുവിന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അവരെല്ലാ വർഷവും കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ മത്സരം നടത്താറുണ്ട്. പ്രഗത്ഭരായ പ്രശസ്തരായ പലരും ആ വിഷുപ്പതിപ്പിലൂടെ മത്സരത്തിൽ വന്നവരാണെന്ന് ആലോചിക്കണം. കുറച്ചു കാലം കോവിഡ് സമയത്ത് നടത്തിയില്ലെങ്കിലും ഈ അടുത്ത കാലത്ത് വീണ്ടും അവർ മത്സരം നടത്തി. ഞാൻ ആ സമ്മാനം കിട്ടിയ കഥകളും കവിതകളും വായിച്ച കൂട്ടത്തിൽ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളിൽ ചിലരെല്ലാം പരിഹസിക്കുന്ന 2-3 മുസ്ലിം നാമധാരികളായ എഴുത്തുകാരാണ് 1ാം സമ്മാനവും 2ാം സമ്മാനവും അങ്ങോട്ട്. അതിൽ കഥയ്ക്ക് സമ്മാനം നേടി മുസ്ലിം നാരിയ ഒരു പെൺകുട്ടിയാണ്. 2ാം കവിതയ്ക്ക് 1ാം സ്ഥാനം മുസ്ലിം നാരിയാണ്. ഇങ്ങനെ ഒരു വിഭാഗത്തെ അടിച്ചാക്ഷേപിച്ച് നിർത്തുമ്പോൾ തന്നെ ഉത്തമ കലാസൃഷ്ടികൾ എഴുതാൻ ഇവിടെ മനുഷ്യർക്കും കലാകാരന്മാർക്കും എഴുത്തുകാർക്ക് കഴിയും എന്ന് തെളിയിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അവിടെ നിങ്ങൾ ഏത് ജാതി മതം പറഞ്ഞാലും വില പോകില്ല. ഇപ്പം മമ്മൂട്ടിയുടെ ഫാക്ടറി ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഫാക്ടറിയാണ്. അതിലൂടെ നല്ല സിനിമകൾ ഉണ്ടായിരിക്കും. ഇനിയും കൂടുതൽ നല്ല സിനിമ ഉണ്ടായിരിക്കും. നല്ല സിനിമ ഉണ്ടാകാൻ വേണ്ടി തിരക്കഥകൾ സെലക്ട് ചെയ്ത് തിരക്കഥകൾ വീണ്ടും വീണ്ടും മാറ്റി എഴുതാൻ പറഞ്ഞ് അതിൻ്റെ എഴുത്തുകാരെ ഏൽപ്പിക്കും. അങ്ങനെയുള്ളൊരു സംഗതിയാണ് ഇപ്പോൾ ചെയ്തത്.